കോഴിക്കോട് എരഞ്ഞിപ്പാലം ഫസീല കൊലക്കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. ഫസീല കൊലപാതകത്തിൽ പ്രതിക്കായി അയൽ സംസ്ഥാനങ്ങളിലേക്കും തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രതി സനൂഫ് സംസ്ഥാനം വിട്ടതായ സൂചനയെ തുടർന്നാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പ്രതി ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പറും വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ കൊലപാതകം നടന്ന് 48 മണിക്കൂറോളം പിന്നിടുകയാണ്. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ, പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. കാരണം ഈ പ്രതി അവിടെ നിന്നും സംസ്ഥാനം വിട്ട ശേഷമായിരിക്കുമോ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്? എവിടേക്ക് കടന്നിരിക്കാം എന്ന എന്തെങ്കിലും സൂചനകളുണ്ടോ? തമിഴ്നാട്, കർണാടക ഈ സംസ്ഥാനങ്ങളിലേക്കായിരിക്കും, അതോ ഇയാളുടെ സ്വന്തം സ്ഥലം തൃശ്ശൂരാണ്, ഇത് കേന്ദ്രീകരിച്ച് ഈ തൃശ്ശൂർ മേഖല കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നോ? ടോം, ഇപ്പോഴും 2 ദിവസം പിന്നിടുമ്പോഴും പ്രതിക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്ന് വേണം പറയാൻ. കാരണം ഞായറാഴ്ച രാത്രിയാണ് ഈ ഫസീലയും ഈ പ്രതിയും ചേർന്ന് റൂം എടുക്കുന്നത്. അതിനുശേഷം തിങ്കളാഴ്ച രാത്രി തന്നെ ഈ പ്രതി സ്ഥലം വിട്ടിരുന്നു. എന്നാൽ ഈ മരണവിവരം അറിയുന്നത് ചൊവ്വാഴ്ചയാണ്. ഈ ഹോട്ടൽ ഉടമ വാടക നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാടക നൽകാത്തത് കണ്ടതിനെ തുടർന്ന് ഇവരുടെ റൂമിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് മുറി പുറത്തു നിന്നും പൂട്ടിയ സ്ഥിതിയിലായിരുന്നു. പിന്നീടാണ് യുവതിയെ മുറിക്കുള്ളിൽ കട്ടിൽ കിടക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തിയത്. ഇതോടെയാണ് മരണപ്പെട്ട് കിടക്കുകയാണെന്ന് അറിയുന്നത്. അത് ചൊവ്വാഴ്ച അറിഞ്ഞത്. അപ്പോൾ തിങ്കളാഴ്ച പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച തന്നെ ആയിരിക്കണം ഈ ഫസീലയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. ശ്വാസം മുട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ പക്ഷേ ഈ പ്രതി, തൃശ്ശൂർ സ്വദേശിയായ ഈ പ്രതി കടന്നു കളഞ്ഞ വാഹനം അത് പാലക്കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ ഈ പ്രതി എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ പാലക്കാടിന് ശേഷം കാർ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം മറ്റു മാർഗേന ഈ പ്രതി തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടന്നു കളഞ്ഞതായുള്ള ആ ഒരു സൂചന തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സാധ്യത തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നതും. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പോലീസിന് ഈ പ്രതിയെക്കുറിച്ച് കൂടുതൽ രണ്ടുപേരും, ഈ ഫസീലയും സനൂഫും ദീർഘനാളായി സൗഹൃദത്തിലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ ഈ എരഞ്ഞിപ്പാലത്ത് വന്ന് ഹോട്ടലിൽ മുറിയെടുത്തത്. പക്ഷെ അതിനിടയ്ക്ക് ഉണ്ടായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രണ്ടുപേരും തമ്മിലുള്ള പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമായിരിക്കുമോ, അതോ മുൻകൂട്ടി തയ്യാറാക്കി ആസൂത്രിതമായി നടത്തിയ കൊലപാതകം? പോലീസ് ഇതിലേത് സാധ്യതയാണ് പരിശോധിക്കുന്നത്? ടോം, മുൻകൂട്ടി ആസൂത്രിതം ചെയ്തതാണോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. എങ്കിലും ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ അടുപ്പമുണ്ടായിരുന്നു. മുൻപ് ഈ സനൂഫിന്റെ പേരിൽ യുവതി ഒറ്റപ്പാലം സ്റ്റേഷനിൽ പീഡനത്തിന് പരാതി നൽകിയിരുന്നു. പിന്നീടാണ് ഇവർ തമ്മിൽ വീണ്ടും സൗഹൃദത്തിലാകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം സൗഹൃദത്തിലാവുകയും പിന്നീട് ആ ഒരു ബന്ധം ഒരുപക്ഷെ ഒരു പ്രണയബന്ധമായിരുന്നെങ്കിൽ അതിലുണ്ടായ പകയോ മറ്റോ എന്തെങ്കിലും ആയിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളൊന്നും പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കേട്ടോ, ഷംന, 2 തവണ ഇതിനു മുൻപ് ഈ ഫസീല വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. 2 വിവാഹമോചനത്തിന് ശേഷമാണ് ഈ സനൂഫുമായി ബന്ധത്തിലാകുന്നത്. അതിനിടെ നേരത്തെ ഷംന സൂചിപ്പിച്ചതുപോലെ ഈ സനൂഫിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ഫസീല നൽകിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇരുവരും തമ്മിൽ അടുക്കുന്നു. അതേ തുടർന്നുള്ള ആ പീഡനക്കേസ് നൽകിയതുമായി ബന്ധപ്പെട്ടതെങ്കിലും മുൻവൈരാഗ്യം അതായിരിക്കുമോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? അതോ ഈ ഷംന സൂചിപ്പിച്ചതുപോലെ ഒരു പ്രണയപ്രതികാരം, സനൂഫ് ഈ ഫസീല ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രണയപ്രതികാരത്തെ തുടർന്നുള്ള കൊലപാതകമായിരിക്കുമോ ഇത്? ടോം, അതിൽ എന്തായാലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ പ്രതിക്കെതിരെ ഫസീല നൽകിയ പരാതി അത് ഒത്തുതീർപ്പായിട്ടായിരിക്കണം ഒരുപക്ഷെ പിന്നീട് അവർ ബന്ധത്തിലായിട്ടുള്ളത്. കാരണം ഒറ്റപ്പാലം സ്റ്റേഷനിൽ പരാതി നൽകി അതിനുശേഷമാണ് പിന്നീട് ഇരുവരും തമ്മിൽ ബന്ധത്തിലാകുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഇരുവരും തമ്മിൽ പ്രണയത്തിലായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടാകാം. അതിൽ നടന്ന വല്ല പ്രശ്നങ്ങളുമായിരിക്കാം ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന നിഗമനം. ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നതും. കാരണം ഈ 2 വിവാഹമോചനം കഴിഞ്ഞ ആളാണ് ഫസീല. ഈ വിവാഹമോചനത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രതിയുമായി ഫസീല അടുപ്പത്തിലാകുന്നത്.
അങ്ങനെയാണ് പിന്നീട് ഒറ്റപ്പാലം സ്റ്റേഷനിൽ പീഡന പരാതി നൽകുന്നതും പിന്നീട് അത് മാറ്റി അല്ലെങ്കിൽ അതിനുശേഷം വീണ്ടും ഇരുവരും തമ്മിൽ സൗഹൃദത്തിലാകുന്നതും. എന്തായാലും അത്തരമൊരു പകയാണോ അല്ലെങ്കിൽ മുൻപ് കേസ് നൽകിയതിലുള്ള വൈരാഗ്യമാണോ, എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ആദ്യ നിഗമനം പ്രകാരം ഈ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് കരുതപ്പെടുന്നത്. ടോം, വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഫസീല കൊലക്കേസിൽ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രതി സനൂഫ് പാലക്കാട് വഴി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്നാൽ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഒരു പ്രണയപ്രതികാരമായിരുന്നോ കൊലയ്ക്ക് കാരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല.